ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്നത് അയനോടിയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിനെ പൊക്കിക്കൊണ്ട് പോലീസ് പോവുകയാണല്ലോ. അങ്ങനെ പോലീസ് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ അഭി പറയുകയാണ്, സാറേ എന്നെ എന്തിനാ സാറേ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത്? ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ. ഞാനുണ്ടല്ലോ മൂർത്തീസ് ജ്വല്ലറിയില്ലേ, മൂർത്തീസ് ജ്വല്ലറി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അവിടുത്തെ കൊച്ചുമോനാണെന്ന്. ഇത് കേട്ടത് പോലീസുകാരൻ പറഞ്ഞു, ഹോ മിക്കവാറും നീ വീണ്ടും വീണ്ടും നോണ പറയരുതേ, നീ കുറുവാ സംഘത്തിൽപ്പെട്ടതല്ലേ? അയ്യോ, ഞാൻ അനന്തപുരിയിലെ പയ്യനാ, മൂർത്തീസ് ജ്വല്ലറിയുടെ ഓണർ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാ. ഇനിയിപ്പൊ മൂർത്തീസ് ജ്വല്ലറിയിലെ മോഷണം നടന്നോന്ന് അന്വേഷിക്കണം. പറഞ്ഞപ്പം അവൻ കുറച്ചൊന്നും അല്ലല്ലോ, അവൻ തള്ളിയാ വിടുന്നത്. ഈ പരിസരത്ത് ഏറ്റവും വലിയ ആളുടെ കൊച്ചുമോനാണെന്ന്. എന്നിട്ട് വേണം ഇവന് രണ്ടടി കൊടുത്തിട്ട് വേണം മൂർത്തി സാറിനെ ഒന്ന് വിളിക്കാന്. അവിടെ വല്ല മോഷണം നടന്നോന്നൊന്ന് അറിയണമല്ലോ. അയ്യോ പൊന്നു സാറേ, സത്യമായിട്ട് ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ല. മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും. ഈ നാട്ടിലും മറുനാട്ടിലും ഒക്കെ നടത്തിയ മോഷണങ്ങളുണ്ടല്ലോ, നീ ഇന്ന് കുടഞ്ഞിടും. എല്ലാം നീ മണി പോലെ പറയും. അല്ലെങ്കിൽ നീ ഇനി ഒരിക്കലും എണീറ്റ് നടക്കത്തില്ലടാ. അതുപോലെ നിന്റെ ശരീരം ഞങ്ങൾ തല്ലി ചതയ്ക്കുന്നൊക്കെ പറഞ്ഞു. പേടിച്ചു വിറച്ച് നമ്മുടെ അഭി ആ ഒരു പോലീസ് വണ്ടിയിൽ ഇരിക്കുകയാണ് കേട്ടോ. വേറൊരു നിവർത്തിയില്ല. അയ്യപ്പൻ 8ന്റെ പണിയല്ല 18ന്റെ പണി തന്നെയാണ് നമ്മുടെ അഭിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ വേണുവിനെയാണ് കേട്ടോ. അപ്പൊ വേണു ആണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മുടെ നന്ദുവിനിട്ട് പണി കൊടുക്കണമല്ലോ. അപ്പം നന്ദുവിന്റെ ഫോട്ടോ കണ്ട ഉടനെ ഒരാൾ പറഞ്ഞു, അതെ ഇയാളെയാണോ ഞാൻ കൊല്ലേണ്ടത്? അല്ല, ഈ പെണ്ണിനെയാണോ ഞാൻ കൊല്ലേണ്ടത്? ഈ പെണ്ണിനെയാണോ ഞാൻ അടിക്കേണ്ടത്? പെണ്ണാണെന്ന് ഓർത്തൊന്നും തള്ളിക്കളയരുത്. ഒറ്റയ്ക്ക് 10-20 പേരെ അടിച്ചു കളയാനുള്ള ആ ഒരു ധൈര്യം അവക്കുണ്ട്, ആ ഒരു കഴിവുണ്ട് അവക്ക്. അല്ല, ഈ പെണ്ണിന്റെ കാര്യം തന്നെയാണോ പറയുന്നത്? ഈ പെണ്ണിന്റെ കാര്യം തന്നെയാ ഞാൻ പറയുന്നത്. ഇതിനു മുമ്പുണ്ടല്ലോ നാലഞ്ചെണ്ണത്തിനെ ഞാൻ പറഞ്ഞയച്ചിട്ട് അതിനെ എല്ലാം തല്ലി ഓടിച്ചു. ഏതായാലും തല്ലിയാലും കൊന്നാലും കുഴപ്പമില്ല, ഇവളുടെ ശല്യം ഇനി എന്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. ഇത് നല്ലൊരു കൊട്ടേഷൻ ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. അഡ്വാൻസിങ് തന്നോ, ഡീൽ ഉറപ്പിച്ചോ, ഞാൻ ബാക്കി കാര്യങ്ങൾ ഏറ്റോളാം. ഇവൾ ഇനി എണീറ്റ് നടക്കത്തില്ല. ഇവളെ ഞാന് പഞ്ചറാക്കും. അല്ല, കഴിഞ്ഞ തവണ പൈസ മേടിച്ചവരെല്ലാം ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. എന്നിട്ട് അവന്മാരുടെ പൊടി പോലും പിന്നെ കാണാനില്ല. ഈ തവണ ഈ പെൺകുട്ടിയുടെ പൊടി പോലും ഉണ്ടാവില്ല സാറേ, അത് ഞാനാ ഉറപ്പ് തരുന്നതെന്ന് ആ ഒരു കൊട്ടേഷൻകാരൻ പറയുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ വേണു നന്ദുവിനെ ശരിയാക്കാൻ വേണ്ടിയാണ് ആ ഒരു കൊട്ടേഷൻ ടീമുമായിട്ട് കൂട്ടുകൂടി കുറച്ച് പൈസയൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും നന്ദു ഓടുവോ അതോ കൊട്ടേഷൻ അതായത് ആ ഒരു ഗുണ്ട ഓടുവോ എന്നൊക്കെ ദൈവത്തിന് അറിയാം. ഏതായാലും ഈ സമയം പിന്നെയും കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ അഭി നിൽക്കുകയാണ്. അങ്ങനെ അഭിനെ കുറെ തവണ ഇടിക്കുകയാണ് കേട്ടോ. കുറെ തവണ ഇടിക്കുന്നു, അടിക്കുന്നു. നമ്മുടെ അഭിനെ പഞ്ചറാക്കി വിടുക പോലീസുകാര്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പോലീസുകാർ പറയുന്നത്, നീ മൂർത്തി സാറിന്റെ കൊച്ചുമോനല്ലേ, ഇനി ഇതുപോലൊരു കള്ളം പറയാൻ പാടില്ല. അതുകൊണ്ടാ നിന്നെ ഉണ്ടല്ലോ അടിച്ചു കൊല്ലുന്നത്. എടാ, കള്ളം പറയുമ്പോ ഒരു മയത്തിലൊക്കെ പറയണ്ട. അങ്ങ് മൂർത്തീസില് ചെന്ന് പിടിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ സാറേ, ഞാൻ കള്ളം പറഞ്ഞതല്ല, ഞാൻ സത്യ പറയുന്നത്. ചിലപ്പോ ഇത് സാറിന്റെ ജോലിനെ വരെ ബാധിക്കൂട്ടോ. സാറ് വേണമെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശന്റെ നമ്പർ തരാം. അപ്പൊ എന്താണെന്ന് അറിയാലോ. ഇനി നിന്നെപ്പോലെ ഒരു തരികിട പയ്യൻ അയാളുടെ ഒരു കൊച്ചുമോനാണോ എന്ന് ചോദിച്ചിട്ട് വേണം എനിക്ക് ഇനി മോളിൽ നിന്ന് ട്രാൻസ്ഫർ മേടിച്ചു തരാൻ. ഇപ്പൊ തന്നെ കുറെ ആയടാ. എടാ, നീയേ മര്യാദയ്ക്ക് നിൽക്കുക, മര്യാദയ്ക്ക് സത്യം പറ, നീ ഏത് കുറുവാ സംഘത്തിൽപ്പെട്ടതാ? ഈ അടുത്ത സമയത്ത് ഈ സ്റ്റേഷൻ പരിധിയിൽ 6-7 മോഷണം നടന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ നീയല്ലേ? എന്റെ പൊന്നു സാറേ, ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. നീ കുറ്റം ഏറ്റാൻ മാത്രം പോരാ, അതിന്റെ കൂട്ടാളികളെയും ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതോടുകൂടി ഈ കലാപരിപാടി ഞങ്ങൾ നിർത്തിക്കോളാം. ഇല്ലെങ്കിൽ ഇതങ്ങ് തുടരുവേ എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് പട ഇടിക്കാൻ വേണ്ടി തുടങ്ങുക. നമ്മുടെ ഹബീനെ ഇടിച്ച് പഞ്ചറാക്കി ലോക്കപ്പിൽ ഒരു മൂലക്ക് ഇട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി, എന്റെ അയ്യപ്പസ്വാമി രക്ഷിക്കണേ എന്ന് ലാസ്റ്റ് വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നു കേട്ടോ. അയ്യപ്പനിട്ടാണ് പണി കൊടുത്തിരിക്കുന്നത് ഓർക്കണം. നമ്മുടെ അഭിയെ അയ്യപ്പനെയാണ് പറ്റിച്ചിരിക്കുന്നത്. പിന്നെ അയ്യപ്പ വെറുതെ വിടുക. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനിനെയാണ് കേട്ടോ. അപ്പം ദേവയാനി എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി പിറക്കി ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ ദേവയാനിക്ക് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് ആരുടെയും ന്യായീകരണം കേൾക്കണ്ട, ദേവി ചെയ്ത് ഇവളോട് ഇവിടുന്ന് പോകാൻ പറ, എനിക്ക് ഇവളെ കാണണ്ടെന്നൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നയനയോട് പറഞ്ഞില്ലേ?
അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കാണ് കേട്ടോ. എന്തോ നമ്മുടെ ദേവയാനിയുടെ മനസ്സിൽ കൊളുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നയനയെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നത്. അപ്പൊ ആദർശ് പറഞ്ഞ കാര്യം ആലോചിക്കുക. അമ്മേ അമ്മേ അവള് അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അമ്മ എന്താ ഇങ്ങനെ എന്നൊക്കെ അന്ന് ആദർശ് പറഞ്ഞല്ലോ. അതും ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുകയാണ് കേട്ടോ. ഒരു എത്തുപിടി കിട്ടുന്നില്ല. എങ്കിൽ പിന്നെ ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചേക്കാന്ന് ഓർത്തു. ആരെ? ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഫോൺ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറിനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ ഫോൺ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ദേവയാനിയുടെ ഫോൺ കാണുന്നു. ഇവരൊക്കെ നല്ല പരിചയം ഉണ്ടല്ലോ ഡോക്ടേഴ്സ്, ഇവരൊക്കെ വലിയ ആൾക്കാരാണല്ലോ. അപ്പം ഡോക്ടർ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ഹലോ എന്താ എന്താ മേഡം? മനസ്സിലായി ദേവയാനി, പറഞ്ഞോളൂ എന്താ വേണ്ടേ? അതെ, എന്തെങ്കിലും അവശതയുണ്ടോ? ഏയ്, ഒരു അവശതയില്ല. ഇപ്പൊ എന്റെ മനസ്സിന് ചെറിയ പ്രോബ്ലം ഉള്ളത് സാറേ. എന്തു പറ്റി ദേവയാനി? എന്താ പറ്റിയത്? എനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാണെന്ന് ഇതുവരെ ആരും പറഞ്ഞില്ല. അതാരാ ഡോക്ടർ? എനിക്ക് അറിയണമെന്നുണ്ട്. എല്ലാവരും അത് മറച്ചു വെക്കുന്ന പോലെ ഒരു ചെറിയ തോന്നല്. ഡോക്ടർക്ക് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് തരാൻ കഴിയുമോ? ഞാൻ ചോദിച്ചത് തെറ്റുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് കരള് തന്ന പെൺകുട്ടിയല്ലേ. ഇനിയിപ്പൊ അതിനൊന്നും പറ്റില്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പർ എങ്കിലും തരുമോ? അയ്യോ ദേവയാനി, അത് പിന്നെ ഒരു ഡീറ്റെയിൽസും ആരോടും പറയരുതെന്ന ആ കുട്ടിയും ആ കുട്ടിയുടെ വീട്ടുകാരും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിതെങ്ങനെ വെളിയിൽ പറയും? അത് ശരിയാവുമോ? അല്ല ഡോക്ടർ, എനിക്കറിയണ്ടേ? എനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയണ്ടേ? അയ്യോ ഡോക്ടർ നല്ല ദേവയാനി, സോറി. അല്ല ഡോക്ടറെ, എന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? അല്ല, അവരെ കുറിച്ച് അറിയാവുന്ന പലരും ദേവയാനിക്കരികിലുണ്ടല്ലോ. അപ്പൊ പിന്നെ ആ വഴി ഒന്ന് തിരക്കിക്കൂടെ? അവരത് ദേവയാനിയോട് പറയാത്ത സ്ഥിതിക്ക് ഞാൻ ഇത് പറയുന്നത് ശരിയാണോ? അത് ശരിയാവില്ല ദേവയാനി. അതുകൊണ്ട് ദേവയാനി, എനിക്കിപ്പോ പറയാൻ യാതൊരു നിർവാഹവുമില്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോവുമല്ലേ ദേവയാനി? അതുകൊണ്ട് അങ്ങനെ പോട്ടെ. ദേവയാനിയെ സഹായിച്ചത് നന്മയുള്ളൊരു പെൺകുട്ടിയാണെന്ന് മാത്രം ദേവയാനി അറിഞ്ഞാൽ മതി. നല്ലൊരു പെൺകുട്ടി. ഏതായാലും ദേവയാനി ഇതിൽ കൂടുതലൊന്നും ഇപ്പൊ അറിയണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ ഫോണും കട്ട് ചെയ്തു. ദേവയാനിക്ക് അവിടെ നിന്ന് ആരാ തനിക്ക് കരള് തന്നതെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഡോക്ടർ പറഞ്ഞതുമില്ല. ആകെപ്പാടെ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ ദേവയാനി. ഏതായാലും ഇതൊക്കെ ജലജ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ജലജ ഇതൊക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ജലജ ഇങ്ങനെ പതുക്കെ വന്നിട്ട് നമ്മുടെ ദേവയാനിയോട് ചോദിച്ചു, അല്ല എന്താ ഏടത്തി ഒരു വിഷമം പോലെ ഏടത്തിയുടെ മുഖത്ത്? ആദർശം ചേട്ടനൊന്നും വിളിച്ചില്ലേ? എന്തു പറ്റി ഏടത്തിക്ക്? എന്തോ വല്ലാത്തൊരു മാനസിക സംഘർഷം പോലെ. അത് പിന്നെ ഒന്നുമില്ല ജലജ, അവരൊക്കെ വിളിച്ചിരുന്നു. അല്ല, എന്നെ സഹായിച്ച പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? അല്ല ജലജയ്ക്ക് അതറിയാമോ? അത് പിന്നെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? എന്റെ ഏടത്തി, അത് ഞാൻ അറിഞ്ഞെങ്കിൽ ഫസ്റ്റ് ഞാൻ ഏടത്തിയോട് പറഞ്ഞേനെ. ഞാൻ പറയാതിരിക്കുന്ന ഏടത്തിക്ക് തോന്നുന്നുണ്ടോ? ആ പെങ്കൊച്ച് ആരാണെന്ന് അറിഞ്ഞാല് ആ പെൺകുച്ചിനെ സഹായിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാവില്ലേ? അതിന് പക്ഷെ ഇവിടെ ആരും സമ്മതിക്കുന്നില്ലല്ലോ, പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ? ദേവയാനി, ഞാനാണെങ്കിൽ 50 ലക്ഷത്തിന്റെ ഒരു ചെക്ക് ആദർശിനെ ഏൽപ്പിച്ചിരുന്ന ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയേ. അതുപോലും ആ പെൺകുട്ടിക്ക് വേണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ കൊടുത്തെന്ന് പറഞ്ഞു. എങ്കിലും ആ ചെക്ക് ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. ആ പൈസ ഇതുവരെ ട്രാൻസ്ഫർ ആയിട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് വല്ലാത്തൊരു സംശയം, അത് ആരായിരിക്കുന്നത്? അപ്പൊ പിന്നെ ചിലപ്പം പൈസ ഒരുപാടുള്ള ആൾക്കാരായിരിക്കും ഏടത്തി. ഇനിയിപ്പം കോടീശ്വരന്മാര് പോലും വൃക്കയും കരളും ഒക്കെ ഇങ്ങനെ ദാനം ചെയ്യുന്നുണ്ടല്ലോ. അത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിലുള്ള താല്പര്യമുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, എങ്കിലും അവരെ കുറിച്ച് അറിയാനുള്ള അവകാശങ്ങൾ നമുക്കില്ലേ ജലജ? പ്രത്യേകിച്ച് എനിക്കില്ലേ? അതൊക്കെ ഉണ്ട് ഏടത്തി, അതൊക്കെ ഉണ്ട്. എങ്കിൽ പിന്നെ എന്റെ മനസ്സിലെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അല്ല, എന്ത് സംശയം അത്? ഒന്നുമില്ല. ഞാൻ ഏതായാലും ആ സംശയം ഒന്ന് ക്ലിയർ ആക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഏതായാലും പറയാം. ഏതായാലും എനിക്ക് ആ പെൺകുട്ടീനെ കണ്ടെത്തിയേ പറ്റൂ. ആ പെൺകുട്ടി ഏതാണെന്ന് എനിക്ക് അറിയണം. അല്ലാതെ എനിക്കൊരു സമാധാനവും ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ഒരുത്തി കരള് കൊടുത്ത് സഹായിച്ചെന്നും പറഞ്ഞ് കോടികളുമായിട്ട് പുറകെ നടക്കുക, വേറെ പണിയില്ല പെണ്ണുപിള്ളക്കെന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട്, അല്ല ഏടത്തിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്നിങ്ങനെ എടുത്ത് ചോദിച്ചു കേട്ടോ ജലജ. അപ്പൊ പറഞ്ഞു, ഹേയ് ജലജ, ഇപ്പൊ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഏതായാലും ദേവയാനി വീണ്ടും അവിടെ ആലോചിച്ച് പറക്കി നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ദേവയാനി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, ഏതായാലും ഒരു കാരണവശാലും നയനെ ഇങ്ങോട്ടേക്ക് കടത്തി വിടാൻ പാടില്ല. അവളെ കണ്ടാല് എന്റെ രോഗം കൂടും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ കിടന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി എപ്പോഴും ഇങ്ങനെ നമ്മുടെ നയനെ കുറ്റപ്പെടുത്തിയ കാര്യവും ആദർശും ജയനും നയനെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇങ്ങനെ ആലോചിച്ച് റിവൈൻഡ് ചെയ്ത് ആലോചിക്കുന്ന സീന് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ജയൻ പറഞ്ഞത്, അവളെ പോലെ നന്മയുള്ള മരുമകളെ കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെയാണ്. അത് നീ പിന്നെ ഒരു ദിവസം അറിയും
ദേവയാനി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവയാനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടില്ലേ മനസ്സില്? ഉണ്ട്, തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അയ്യപ്പന്മാരെയാണ് കേട്ടോ. ഏതായാലും അയ്യപ്പന്മാര് തിരിച്ച് പഴയ അമ്പലത്തിന്റെ അവിടെ എത്തി. നമ്മുടെ അഭീനെ ആക്കിയിട്ട് പോയില്ലേ, അവിടെ വന്ന് നമ്മുടെ അഭീനെ തപ്പുകയാണ്. എന്നിട്ട് ആദർശ്, അല്ല അഭീനെ കാണുന്നില്ലല്ലോ അച്ഛാ, ഇത് എവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞ് നേരെ ഫോണൊക്കെ എടുത്ത് അനിയും ആദർശം ഒക്കെ വിളിക്കുകയാണ്. വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ആകെപ്പാടെ അവര് പേടിച്ചു പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മുടെ അജയൻ പറഞ്ഞു, ഇത്രയും നേരമൊന്നും അവനെ കറങ്ങി ഇങ്ങനെ നടക്കാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടായിരിക്കും, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞ് അവിടെ ചുറ്റും നോക്കുക. എല്ലായിടത്തും നോക്കിയിട്ടും നമ്മുടെ അഭിനി അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. അപ്പൊ അമ്പലമാണല്ലോ, അപ്പൊ അമ്പലത്തിൽ ഇവര് തൊഴുവാണ്. ഇവര് അമ്പലത്തില് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഒരാളെ കണ്ടു. ഒരാളെ കണ്ടപ്പോഴത്തേക്കും, അതെ ഞങ്ങൾ ഒരാളെ ഇവിടെ ഇരുത്തിയിട്ടാ പോയത്, ഒരു കാല് വയ്യാത്ത ആളായിരുന്നു, കാല് വയ്യായിരുന്നു മസിൽ കയറിയിട്ടല്ല, നിങ്ങൾ കണ്ടോ? ഹേയ്, ഇവിടെ ഇവിടെ ഞങ്ങൾ കണ്ടില്ലല്ലോ ആരെയും, അല്ല ഫോട്ടോ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, ഫോട്ടോ ഉണ്ട് ചേട്ടാ, ഞാൻ ഫോട്ടോ കാണിക്കാന്ന് പറഞ്ഞ് ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, ഇങ്ങനെ ഒരാളെ ഈ പരിസരത്തൊന്നും വന്നിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ലല്ലോ. ശോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ചേട്ടാ, ഞങ്ങള് അവനിവിടെ ഇരുത്തിയിട്ടല്ലേ പോയത്, അപ്പൊ നിങ്ങളൊക്കെ കാണൂലോ. എങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇവിടെ അടുത്തൊരു തട്ടുകടയുണ്ട്, നല്ല ചായ കിട്ടും, ഇവിടെ വരുന്നവരൊക്കെ അവിടെ പോകാറുണ്ട്, അവിടെ ഒന്ന് തിരക്കി നോക്കാം, ചിലപ്പം വിശന്നിട്ട് അങ്ങോട്ട് വല്ലതും പോയതാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, എങ്കിൽ പിന്നെ ബാച്ച നമുക്കൊന്ന് തിരക്കി നോക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നേരെ നമ്മുടെ അഭിനെ തിരക്കാൻ വേണ്ടി ആ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് 2 ചായയൊക്കെ പറഞ്ഞിട്ട് ഈ ഫോട്ടോ അങ്ങ് കാണിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാളെ അറിയാമോ, ഇയാൾ ഇങ്ങോട്ട് വന്നിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അയാൾ നോക്കിയിട്ട്, അയ്യോ ഇതാ കള്ളനല്ലേ, ആ കള്ളൻ. കള്ളനോ? ഏയ് നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്റെ പൊന്നു സാറുമാരെ, ഇവൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു, കൈ പൈസ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവന് ചായ ഒന്നും കൊടുത്തില്ല. അവന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നല്ലോ എന്നപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ജയൻ. അപ്പൊ അയാൾ ചോദിച്ചു, അല്ല അവൻ നിങ്ങളുടെ ആരാ? അതൊക്കെ ഞാൻ പറയാം, ഇപ്പം അവൻ എവിടെ ഉണ്ടെന്ന് അറിയാമോ? അയ്യോ അറിയത്തില്ല, ഈ ചുറ്റുവട്ടത്തൊക്കെ കുറച്ചു ദിവസമായിട്ട് മോഷണമൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് പരിചയമില്ലാത്തവരെയൊക്കെ പോലീസ് പൊക്കിക്കൊണ്ട് പോവുക, ആ വഴിക്കൊന്ന് അന്വേഷിച്ചു നോക്കുക, ചിലപ്പം അവൻ കുറുവാ സംഘത്തിൽ പെട്ടവനാണോ എന്ന് സംശയമുണ്ട്. അവൻ ഒരു കുറുവാ സംഘത്തിൽ പെട്ടതല്ല, അവൻ ഞങ്ങളുടെ കൂടെ വന്നതാ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ചായക്കടക്കാര്, ഇനി ഇവരും കുറുവാ സംഘത്തിൽപ്പെട്ടതാണോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ചോദിച്ചാൽ, അല്ല സാറുമാര് ചായയൊക്കെ പറഞ്ഞല്ലോ, പൈസ ഉണ്ടോ കയ്യില്? അതെ പൈസ ഇല്ല ഞങ്ങളുടെ കയ്യില്, തന്റെ ചായ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയനും ആദർശനൊക്കെ ദേഷ്യം വന്നിട്ട് ആ ചായ അവിടെ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ. കാരണം ഇവരെയും സംശയിച്ചല്ലോ കുറുവാ സംഘത്തിൽപ്പെട്ടതാണോ എന്ന്, അതുകൊണ്ടായിരിക്കും. അപ്പൊ അവരിങ്ങനെ അവിടെ നിന്ന് ചർച്ച ചെയ്യാണ് കേട്ടോ. കണ്ടിട്ട് ലക്ഷണക്കുറവൊന്നും ഇല്ല, കണ്ടിട്ട് വലിയ ആൾക്കാരാന്ന് തോന്നുന്നു, പക്ഷെ ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആദർശ് വണ്ടിയൊക്കെ എടുത്തോണ്ട് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൂർത്തി മുത്തശ്ശനെയാണ്. അപ്പൊ മൂർത്തി മുത്തശ്ശനുണ്ട്, ജലജയുണ്ട്, അതുപോലെ ദേവയാനിയുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറയാണ്, അതെ മക്കള് മലയ്ക്ക് പോയ സമയത്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയുകയല്ല ചെയ്യേണ്ടത്. അപ്പം ജലജ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തെന്ന് അച്ഛൻ ഈ പറയുന്നത്? നീയും നിന്റെ മകനും എന്താ ചെയ്തതെന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നന്നായിട്ട്, അതുകൊണ്ടാ അവന് മാത്രം മല ചവിട്ടാൻ പറ്റാത്തത്, അതുകൊണ്ടാ അവനിപ്പൊ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. അല്ല ഇതുവരെ അവൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അച്ഛാ, അവന്റെ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ ആദ്യമായിട്ട് മലയ്ക്ക് പോയപ്പം അത് മുടങ്ങിയില്ല, അതിന്റെ കാരണക്കാരി ആരാ? അവന്റെ ഭാര്യയല്ലേ, അല്ലാതെ പിന്നെ ആരാ എന്ന് പറഞ്ഞപ്പം നമ്മുടെ വസന്തര പറഞ്ഞു, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോരുത്തരെ കുറ്റപ്പെടുത്തുന്നത് ജലജെ, അതിന്റെ കാര്യമുണ്ടോ? പിന്നെ മാല ഇട്ടതിന് ശേഷമല്ലേ ഇവിടെ ഓരോരോ ആപത്തുകൾ ഉണ്ടായത്, കയറി വന്ന മരുമക്കളുടെ മനസ്സ് ശരിയല്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, അതെന്താ അച്ഛനും അമ്മയും മനസ്സിലാക്കാത്തത്? അതുകൊണ്ടാ വീട്ടിനകത്ത് ദോഷങ്ങൾ വിരുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, അങ്ങനെ എല്ലാ മരുമക്കളെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഇവിടേക്ക് അന്തസ്സായിട്ട് കയറി വന്ന ഒരാളുണ്ട്, ഈ വീടിന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്ന എന്റെ മരുമകള്, ആ മരുമകളെ മറ്റു രണ്ടെണ്ണത്തിന്റെയും കൂടെ കൂട്ടണ്ട, എന്നിട്ട് പിണങ്ങിപ്പോയ അനാമിക മോളെ വിളിച്ചോണ്ട് വരാൻ ഇവിടെ ആരുമില്ല. അപ്പൊ നമ്മുടെ വസന്തര പറഞ്ഞു, അല്ല അവള് ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് അറിയില്ല ജാനകി, നിന്റെ മുമ്പിൽ വെച്ചല്ലേ അവള് നയനമോളെ പിടിച്ച് തള്ളിയത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ പിടിച്ചു തള്ളിയെങ്കിലേ അതിന്റെ ഇരട്ടിയായിട്ട് നന്ദു അനാമിക മോൾക്ക് കൊടുത്തില്ലേ എന്നിങ്ങനെ ജലജ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കും, എന്തൊരു തല്ലിയത്, താഴെ ഇട്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ മൂർത്തി പറഞ്ഞു, അതെ വയ്യാത്ത ചേച്ചി, അവശതയുള്ള ചേച്ചീനെ നോവിക്കുന്നത് കണ്ട് അനിയത്തി കൈയും കെട്ടി നോക്കി നിൽക്കണോ? അത് ശരിയാണോ ജലജ? അല്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? അപ്പൊ നമ്മുടെ ദേവയാനി ചോദിച്ചു, അല്ല അവക്ക് എന്താ ഇത്ര അവശത?
അപ്പം ജലജ പറഞ്ഞു, അല്ല ഏടത്തി അറിഞ്ഞില്ലായിരുന്നോ? ഏടത്തിക്ക് കരള് തന്നതേ അവള്. ഹാ, അതിന്റെ അവശതയാ അവക്ക്. അതാ അവളിങ്ങനെ ആടിത്തൂങ്ങി നടക്കുന്നത്. പിന്നല്ലാതെ ഞാൻ എന്താ പറയാ. അപ്പൊ നമ്മുടെ ജാനകി പറഞ്ഞു, പിന്നെ ഏടത്തി ഐസിയുവിൽ കിടന്ന സമയത്ത് ഏടത്തിയുടെ അസുഖം മാറല്ലേന്നായിരിക്കും അവള് പ്രാർത്ഥിച്ചത് ജലജ. അങ്ങനെയുള്ളവളല്ലേ കരള് പകുത്തു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ജലജ പറഞ്ഞു, ഞാനൊന്ന് തമാശ പറഞ്ഞതാ, അവളൊന്നും ഒരിക്കലും അത് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ മൂർത്തി പറഞ്ഞു, നിങ്ങളിതേ ഇവിടെ കിടന്ന് തർക്കിക്കാതെ, ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് തർക്കിക്കാതെ മര്യാദയ്ക്ക് എണീറ്റ് പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പൊ ദേവയാനി പറഞ്ഞു, എന്നെ സഹായിച്ച പെൺകുട്ടീനെ എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവക്ക് കൊടുത്ത ചെക്കാണെങ്കിൽ ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടുമില്ല. അവള് പൈസയൊന്നും മേടിച്ചിട്ടുമില്ല. അത് പിന്നെ ദേവയാനി അവർക്ക് പൈസയൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് വസന്തര പറഞ്ഞപ്പം, ആയിക്കോട്ടെ അമ്മേ, അത്രയും നല്ല മനസ്സുള്ള ആൾക്കാരെ ഞാൻ കാണുന്നതിൽ എന്താ അമ്മ തെറ്റിരിക്കുന്നത്? എന്താ വെച്ചാ തെറ്റിരിക്കുന്നത്? ആ കുട്ടി എന്തിനല്ല അവരും കൂടി ഇങ്ങനെ മറച്ചു വെക്കുന്നത്? എനിക്ക് ആ കുട്ടീനെ കാണണ്ടേ? അത് പിന്നെ ആ കുട്ടിയുടെ ഹസ്ബൻഡും ആ കുട്ടിയും സ്ഥലത്തില്ലെന്ന് ആദർശ് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറഞ്ഞു, എന്റെ പൊന്നെടുത്തി, അതുപോലെ നല്ല മനസ്സുള്ള പെൺകുട്ടികളായിരുന്നു ഈ വീടിന്റെ മരുമക്കളാകേണ്ടിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് കിട്ടിയ 2 എണ്ണം വെറും പാഴ് ജന്മങ്ങളായി പോയില്ലേ. അവരെ കാണുന്നത് കൊണ്ടോ സഹായിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കിട്ടിയ 2 മരുമക്കളെ സഹായിക്കുന്നതും കാണുന്നതും ഒക്കെ ചതുർത്ഥിയാ. അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി പറഞ്ഞു, എന്റെ പൊന്നു ജലജ, നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഞാന്. ദേ, നയനമോള് ഈ കുടുംബത്തിനോട് സ്നേഹവും മാന്യതയും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ദേവയാനീനെ സഹായിക്കേണ്ട കാര്യത്തിൽ അവള് മാറി നിൽക്കുമൊന്നുമില്ല ഒരിക്കലും. പിന്നെ ആദർശ് നയനെ കല്യാണം കഴിച്ചതിന് ശേഷം ആ കുട്ടി നിന്നെ അമ്മായിയമ്മയായിട്ടല്ല കണ്ടത്, നിന്നെ സ്വന്തം അമ്മയായിട്ട് ആ കുട്ടി കാണുന്നത്. അതാണ് നീ മറന്നു പോകുന്നത്. അത് മനസ്സിലാക്കാതെയാ നീ പ്രവർത്തിക്കുന്നത്. അപ്പൊ വസന്തര പറഞ്ഞു, അതെന്തെങ്കിലും ഇവള് മനസ്സിലാക്കും, അത് മനസ്സിലാക്കാതെ ഇരിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മൂർത്തി പറഞ്ഞു, അതുകൊണ്ട് ആരോടും ചോദിക്കാതെ ഞാനും ഇയാളും കൂടെ നയനമോളെ കാണാൻ പോയതും സ്വർണം കൊടുത്തതും ഒക്കെ അത് ഞങ്ങൾക്ക് ആ കുട്ടിയോടുള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ തന്നെയാ. അതിന്റെ പേരിൽ ഇവിടെ പലർക്കും ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അതൊന്നും കാര്യമാക്കിയിട്ടേ യാതൊരു പ്രയോജനവും ഇല്ല. നിങ്ങൾ 2 ആളും ഈ വീട്ടിന്റെ മരുമക്കളായിട്ട് കടന്നു വന്നതല്ലേ, അതിനുശേഷമാ നയനും നവ്യയും അനാമികയും ഒക്കെ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. മൊത്തത്തിൽ അനന്തപുരി തറവാട്ടിൽ കയറിയ മക്കളിൽ ഏറ്റവും കൂടുതൽ ഈ കുടുംബത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചത് ആരാന്നറിയാലോ? അത് നയനമോള് തന്നെയാ. നയനമോളും മാത്രമാ. ഞാൻ ഫുൾ മാർക്ക് കൊടുക്കുന്നതും നയനമോൾക്ക് തന്നെയാ. അത് അനാമിക ഏത് കൊമ്പത്തവളാന്ന് പറഞ്ഞാലും അത് ആർക്കെന്ത് തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാന് നയനമോൾക്ക് കൊടുക്കേണ്ട മാർക്കും പരിഗണനയും ഒക്കെ കൊടുത്തിരിക്കുന്നു പറഞ്ഞു. ഇത് കേട്ടതും വീണ്ടും നമ്മുടെ ദേവയാനിക്ക് വല്ലാണ്ട് അങ്ങ് സംശയം തോന്നുകയാണ് കേട്ടോ. ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല നമ്മുടെ ദേവയാനിക്ക്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. നമ്മുടെ അഭി ഇങ്ങനെ ലോക്കപ്പിൽ ഇട്ടേക്കുകയാണല്ലോ. അങ്ങനെ അഭി ലോക്കപ്പിൽ ഇങ്ങനെ വല്ലാണ്ട് വരണ്ട് കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു പോലീസുകാരൻ വന്ന് എടാ വാടാന്നും പറഞ്ഞു വിളിച്ചു. അങ്ങനെ നമ്മുടെ അഭി പതുക്കെ ഇറങ്ങി ചെല്ലുകയാണ്. ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ആദർശും ജയനും അതുപോലെ അനിയും എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അജയനും ഒക്കെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അങ്ങനെ പോലീസിന്റെ മുമ്പിൽ വന്ന് നമ്മുടെ ആദർശിനും അവർക്കൊക്കെ നിൽക്കേണ്ടി വന്നു അഭിനെ ഒന്ന് പുറത്തിറക്കാന്. അങ്ങനെ അഭി വന്ന ഉടനെ പറഞ്ഞു, അതെ, മോഷണക്കുറ്റം ചുമത്തിയിട്ട് തല്ലി അവശനാക്കിയിട്ട് എന്നെ ഇതിനകത്ത് കയറ്റിയിട്ടത്. ഞാൻ അനന്തപുരിയിലെ പയ്യനാന്ന് പറഞ്ഞപ്പോ അതിന്റെ പേരിലും എന്നെ ശരിക്കും തല്ലി. അത് കള്ളമാണെന്നും പറഞ്ഞ് എന്നെ എന്തൊക്കെ ഉപദ്രവിച്ചെന്നറിയാമോ? അപ്പം ജയൻ ചോദിച്ചു, എന്താ സാറേ ഇത്, നിരപരാധികളെ പിടിച്ചോണ്ട് വന്ന് നിങ്ങളുടെ കൈത്തരിപ്പുകളൊക്കെ മാറ്റുകയാണോ? അത് പിന്നെ വേറെ ഒന്നുമല്ല, ഈ സ്ഥലത്തെ കുറച്ച് മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. CCTV പതിഞ്ഞ പയ്യന്റെ മുഖമായിട്ട് ഈ പയ്യന് കുറച്ച് സാമ്യമുണ്ട്. പിന്നെ ഈ പയ്യൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ മുങ്ങി, അതും സംശയത്തിനിട നൽകി. അപ്പൊ അഭി പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്നും അത് സത്യമാണെന്നും ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നെ എന്തൊക്കെയാ നിങ്ങൾ ചെയ്തത്? എന്നെ ഇവിടെ ഇടിച്ച് ചതച്ചില്ലേ അമ്മാവ, ഇത് കേസാക്കണം. അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, ഇത് കേസാക്കണമായിരുന്നു, പക്ഷെ നീ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാത്തത് നീ ചെയ്ത തെറ്റല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു, അതെന്താ നീ പൈസ കൊടുക്കാതിരുന്ന അത് പറ. അത് പിന്നെ എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നല്ലോ. എങ്കിൽ പിന്നെ നിനക്ക് അവിടെ നിന്നാ പോരായിരുന്നു, എന്തിനു നീ അവിടെ നിന്ന് ഓടിയത്? അത് പിന്നെ പോലീസിനെ കണ്ട ആരായാലും ഓടുവല്ലേ, പോലീസിനെ കണ്ട കള്ളന്മാര് മാത്രമേ ഓടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അജയൻ പറഞ്ഞു, അതൊക്കെ ശരിയാണ്, എങ്കിലും പോലീസുകാർ ചെയ്തത് ഒരിക്കലും ശരിയായിട്ടില്ല. പോലീസുകാര് ചെയ്ത് വലിയൊരു തെറ്റ് തന്നെയാണ്. നിങ്ങൾ ഇയാളുടെ ഒരു ഐഡന്റിറ്റി ഒക്കെ പരിശോധിച്ചിട്ട് പോരായിരുന്നോ? തല്ലലും എടുക്കലും ഒക്കെ. അയ്യോ, പിന്നെ സോറി സാറ്, ഞങ്ങൾക്ക് തെറ്റു പറ്റിപ്പോയി, ക്ഷമിക്ക് ഞങ്ങളോട്. ഇയാളുണ്ടല്ലോ കള്ള ലക്ഷണത്തോടു കൂടിയാ നിന്നതും സംസാരിച്ചതും ഒക്കെ. അപ്പം പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങളുടെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ട്, ഏതായാലും ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആയിക്കോട്ടെ, ശരി, ഇനിയെങ്കിലും സംശയത്തിന്റെ നിഴലിൽ ആരെയെങ്കിലും കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അവരോട് ഇങ്ങനെ പെരുമാറരുത്, അവരെ തല്ലി ചതയ്ക്കരുത്,
സത്യം അറിഞ്ഞിട്ട് വേണം പോലീസുകാരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയനും ജയനും അതുപോലെ തന്നെ ആദർശും ഒക്കെ അഭിനയം കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ജയൻ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഇത് കേസാക്കായിരുന്നു, SIയുടെ ജോലിയും കളയായിരുന്നു. പിന്നെ മനഃപൂർവ്വം അത് ചെയ്യാതിരുന്നതാ. ഭഗവാന് ആ SIയുടെ രൂപത്തിൽ വന്ന് നിനക്ക് തരേണ്ടത് തന്നതാ, അങ്ങനെ കരുതിയാൽ മതി എന്ന് അഭിയോട് പറയാണ്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നമ്മുടെ ദേവയാനി സത്യങ്ങളൊക്കെ അറിയുന്നതും കാത്ത് നമുക്കിരിക്കാം. ഇന്നോ നാളെയോ ഒക്കെ അറിയുമെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇന്ന് നാളെയും നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ട് നമ്മുടെ ദേവയാനി ആ ഒരു സത്യം ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ പോവുകയാണ്. ഏതായാലും അനാമികയുടെ എല്ലാ കളികൾക്കും വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ നയനയെ നമ്മുടെ ദേവയാനി സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. അതൊക്കെ കാണാല്ലേ കാത്തിരുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റ ബൈ ബൈ.